ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. തലക്കെട്ടുകൾ നോക്കാം. ബില്ല് അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കോർട്ട് ഇടപെടൽ. അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുനമ്പം പ്രശ്നപരിഹാരം അട്ടിമറിക്കുന്നത് പ്രതിപക്ഷമെന്ന് രാജീവ് ചന്ദ്രശേഖർ. തടസ്സം സുപ്രീം കോടതിയിലെ പ്രതിപക്ഷത്തിന്റെ കേസുകൾ. സമരസമിതിയുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച മാറ്റിയത് കേസ് സുപ്രീം കോടതിയിലായതിനാലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. രാജീവിന്റെ നേതൃത്വത്തിൽ BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. വീണ്ടും വിവാദ പരാമർശങ്ങൾ തുടർന്ന് BJP MP നിഷികാന്ത് ദുബെ. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി മുസ്ലിം കമ്മീഷണർ. ജഡ്ജിമാർക്കെതിരായ ദുബെയുടെ പരാമർശം ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിലെത്തും. ദുബെയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി DMK. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. കാസർഗോഡ് കാലിക്കടവ് മുതൽ തിരുവനന്തപുരം വരെ 1 മാസം നീളുന്ന പരിപാടികൾ. ആഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം. ക്ഷാമകാലത്ത് സർക്കാരിന്റെ ധൂർത്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇന്ത്യയിൽ. പ്രധാനമന്ത്രി അത്താഴ വിരുന്നൊരുക്കും. സന്ദർശനം പകരച്ചുങ്കത്തിൽ. ഇന്ത്യ അമേരിക്ക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ F1 വിസ റദ്ദാക്കുന്നതിനെതിരെ ഇന്ത്യൻ ചൈനീസ് വിദ്യാർത്ഥികൾ അമേരിക്കയിൽ നിയമ പോരാട്ടത്തിന്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസ് ഇന്ന് വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ. SFIO തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ആവശ്യം. അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയും ഇന്ന് പരിഗണനയ്ക്ക് വന്നേക്കും. ഷൈൻ ടോം ചാക്കോയെ ഇനി ചോദ്യം ചെയ്യുക. മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം ഷൈന്റെയും വിൻസിയുടെയും മൊഴിയെടുക്കാൻ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി. ഷൈന്റെ ഇടപാടുകളെ കുറിച്ചറിയാൻ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലിമയെ ചോദ്യം ചെയ്യും. സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. സിനിമയിൽ സ്ത്രീകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു 3 മാസം മുമ്പ് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു സമയത്ത് ഞാനൊരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ആ വാർത്ത എന്തായി? ആരും അത്ര വലിയ ഗൗരവമായി കണ്ടില്ല. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ നേതാക്കളുടെ ഇടിച്ചുകയറ്റത്തിന് വീക്ഷണത്തിലൂടെ മറുപടി. നേതാക്കളുടേത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തി. ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്ന വീക്ഷണം മുഖപത്രം. കർണാടക മുൻ DGP ഓം പ്രകാശിന്റെ കൊലപാതകം കുടുംബ വഴക്കിനെ തുടർന്നെന്ന സൂചന. കൊന്നത് ഭാര്യ പല്ലവി തന്നെ എന്ന് ഉറപ്പിച്ചു പോലീസ്. തർക്കം സാമ്പത്തിക കാര്യങ്ങളിൽ. മക്കളെയും ചോദ്യം ചെയ്യും. കോതമംഗലത്ത് ഫുട്ബോൾ മത്സര ഗാലറി തകർന്നത്. മഴയിൽ തൂണുകൾ മണ്ണിൽ താഴ്ന്ന് 3000 പേർ കളി കണ്ടിരുന്ന ഗാലറി മറിഞ്ഞു വീണത് ഇന്നലെ വൈകിട്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മുനമ്പം വിഷയം പരിഹരിക്കാൻ ഇപ്പോഴത്തെ തടസ്സം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം വിഷയം പരിഹരിക്കാൻ നിയമത്തിലൂടെ കഴിയുമെന്ന് വ്യക്തമാക്കിയതാണ്. ഇതിൽ മുനമ്പം ജനതയ്ക്ക് വിശ്വാസമുണ്ട്. പക്ഷേ പ്രതിപക്ഷം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേസുമായി പോയതോടെ തടസ്സമായി. വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ മറുപടി പറയേണ്ടത് LDFും UDFുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ പുതിയ ബില്ലിലെ 2A എന്നുള്ള ക്ലോസ് അത് മുനമ്പത്തിന് സഹായകരമാകുമെന്ന്. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി മൗനമായിരുന്നു, ആരും മിണ്ടുന്നില്ല. ആരാ മിണ്ടുന്നത്? കേന്ദ്രമന്ത്രി വന്നപ്പോഴും അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞില്ല. അല്ല, ചോദിച്ചതിന്റെ ഉത്തരമെല്ലാം കൊടുത്തു.
എന്താ ഇഷ്യൂ എന്താ? ബില്ല് അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഞാൻ മാത്രമല്ല പറഞ്ഞല്ലോ, അദ്ദേഹം അവിടെ മുനമ്പത്ത് പോയി പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കോർട്ട് ഇടപെടൽ. അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 35 കൊല്ലം ഈ രണ്ട് പാർട്ടീസ് ഒന്നും ചെയ്യില്ല. എന്നിട്ട് ഈ ബില്ല് വരുമ്പോൾ അതിനെ സ്റ്റേ ചെയ്യാൻ ഓടിപ്പോയി അങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട്? സുപ്രീം കോടതിയിലേക്ക്. എന്നിട്ടും പറയുന്നു അല്ല, ഇത് ചതിക്കുന്നത് BJP NDA ആണെന്ന്. പ്രധാനമന്ത്രി മുനമ്പം സമരസമിതിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉണ്ടാവില്ല. വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണ്ടെന്ന് വെച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട് പറഞ്ഞു. ഈസ്റ്ററിന് ശേഷം ചർച്ച നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാം എന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതെല്ലാം ഈ സുപ്രീം കോടതി കേസിന് മുമ്പല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് മുനമ്പത്ത് പോയി പറഞ്ഞു, കിരൺ റിജിജുവും പറഞ്ഞു, ഫാമിലീസിനെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിന്റെ കൂടെ ഒരു മീറ്റിംഗ് നടത്താമെന്ന് ഞാൻ ഓഫർ ചെയ്താ. അത് സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവരുടെ കൂടെ എന്നാണ് ഇരിക്കേണ്ടത് എന്നുള്ള ഡേറ്റ് മാത്രമേ കിട്ടാനുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ മീഡിയയോടും പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ ഈ സുപ്രീം കോടതി ചാലഞ്ച് വന്നത്. അപ്പോൾ തൽക്കാലം സമരസമിതിയുമായിട്ട് പ്രധാനമന്ത്രിയുടെ സംസാരം ഉണ്ടാവില്ല. അല്ല, ഇപ്പോൾ എന്താ പറയേണ്ടത്? അത് ഇപ്പോൾ പറയേണ്ടത് മുസ്ലിം ലീഗല്ലേ പറയേണ്ടത്, അവരല്ലേ അവരുടെ പെറ്റീഷണർ. കേരളത്തിലെ ക്രൈസ്തവർക്ക് BJPയിൽ വിശ്വാസമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇത് തകർക്കാനാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില അക്രമങ്ങൾ കാട്ടി സംസ്ഥാനത്തെ BJPയെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. വൈദികർക്കെതിരായ അക്രമങ്ങളോട് ശക്തമായ നിലപാടെടുത്ത കാര്യം സഭകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ക്രൈസ്തവ കുടുംബങ്ങളുമായിട്ട് BJPയുടെ ആ ലിങ്ക് പൂർത്തിയായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് BJPയിൽ ഇപ്പോൾ എത്ര നേതാക്കന്മാരും പ്രവർത്തകരുണ്ട് ക്രിസ്ത്യൻസ്? 7-8 ഡിസ്ട്രിക്ട് പ്രസിഡൻസ് ഉണ്ട്, സീനിയർ ജനറൽ സെക്രട്ടറീസ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസ്റ്റിങ്ക്റ്റ് എഫേർട്ട് ചെയ്യേണ്ട ഒരു നീഡ് ഞാൻ കാണുന്നില്ല. ഞങ്ങൾക്ക് ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും എല്ലാം ഒരേ സമാനം ഒരു ആഘോഷത്തിന്റെ ഒരു അവസരം. ഇപ്പോൾ മധ്യപ്രദേശിലോ ബീഹാറിലോ ഇപ്പോൾ UPയിലോ ഛത്തീസ്ഗഡിലോ ഒക്കെ നടക്കുന്ന ഈ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം, വൈദികരെ ആക്രമിക്കുന്നത്, ഇതിനുള്ള മറുപടി ഇവിടെ നൽകേണ്ട എന്നുള്ളതാണോ? അത് ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അത് അവര് FIR ഫയലാവുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആരാണെങ്കിലും എന്നെ അത് റിപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സ്റ്റേറ്റിൻ്റെ DGPയോ വിളിച്ചിട്ട് FIR ഫയൽ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. മുനമ്പം വഖഫ് കേസിൽ വഖഫ് ട്രൈബ്യൂണലിൽ ഇന്ന് വാദം തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് ആധാരവും പറവൂർ സബ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും പരിശോധിച്ച കോടതി ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡ് നടപടിയാകും ഇന്ന് പരിശോധിക്കുക. എന്നാൽ കേസിൽ അന്തിമ വിധി പറയുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ വാദം തുടരുന്നത് സംബന്ധിച്ച ട്രൈബ്യൂണൽ ജഡ്ജി രാജൻ തട്ടിലിന്റെ നിലപാട് നിർണായകമാകും. മെയ് മാസം പകുതിയോടെ സ്ഥലം മാറ്റമുള്ള ജഡ്ജി വാദം കേൾക്കുന്നത് മാറ്റിവെക്കുമോ എന്നത് ഇന്നറിയാം. സുപ്രീം കോടതിക്കെതിരായ പരാമർശം വൻ വിവാദമായിരിക്കെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷിയെ മുസ്ലിം കമ്മീഷണർ എന്ന് വിളിച്ച് BJP MP നിഷികാന്ത് ദുബെ. വഖഫ് നിയമത്തെ ഖുറേഷി വിമർശിച്ചതാണ് നിഷികാന്ത് ദുബെയെ ചൊടിപ്പിച്ചത്. അതേസമയം കോടതിക്കെതിരായ പരാമർശം സുപ്രീം കോടതി മുൻപാകെ ഇന്ന് ഒരുപക്ഷെ എത്തിയേക്കും. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, നിഷികാന്ത് ദുബെ BJPക്ക് വലിയ തലവേദനയാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശമൊക്കെ നേതാക്കൾ തള്ളിക്കളഞ്ഞെങ്കിൽ ഇപ്പോൾ ഇത് അടുത്തത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വഖഫ് ബില്ലിനെ വിമർശിച്ചതാണ് പ്രകോപനമായത്. വർഗീയമായ പരാമർശം നടത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ ഈ പരാമർശം അഭിഭാഷകർ ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, നിഷികാന്ത് ദുബെ വിവാദം തുടരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് വഖഫ് നിയമത്തിൽ കോടതി ഇടപെടലുണ്ടായതിന് പിന്നാലെ
സുപ്രീം കോടതിക്കെതിരെയും ചീഫ് ജസ്റ്റിസിനെതിരെയും കടുത്ത വിമർശനം, പരാമർശം നിഷികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാം, മാത്രവുമല്ല മതയുദ്ധത്തിന് പ്രേരണ നൽകുന്നു ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു വിമർശനം. BJP അധ്യക്ഷൻ ഇക്കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു, താക്കീത് നൽകി. പക്ഷേ ഇപ്പോഴും ആ ട്വീറ്റ് നിഷികാന്ത് ദുബെയുടെ എക്സിലുണ്ട്. അത് ഇതുവരെ നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർത്തുകയാണ്. അതായത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷിക്കെതിരെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായ പരാമർശം നടത്തിയത്. കാരണം 17-ാം തീയതി കോടതി ഈ വഖഫ് കേസ് പരിഗണിക്കുന്ന അന്ന് SY ഖുറേഷി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ആ ട്വീറ്റിൽ പറഞ്ഞിരുന്ന കാര്യം വഖഫ് ഭൂമി തട്ടിയെടുക്കാനാണ് ഇത്തരത്തിൽ നിയമം ഭേദഗതി ചെയ്തത്, അതുകൊണ്ട് തന്നെ ഗൂഢലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ട് എന്നായിരുന്നു SY ഖുറേഷിയുടെ ട്വീറ്റ്. സുപ്രീം കോടതി ഒരു ഉചിതമായ ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും SY ഖുറേഷി ട്വീറ്റ് ചെയ്തിരുന്നു. ഇത് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ, അതായത് തങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ല മറിച്ച് മുസ്ലിം കമ്മീഷണറാണെന്ന പരാമർശം നിഷികാന്ത് ദുബെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒപ്പം ചില ഗുരുതരമായ ആരോപണം കൂടി നിഷികാന്ത് ദുബെ നടത്തുന്നു. 2010-ലാണ് ഇദ്ദേഹം SY ഖുറേഷി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത്. അന്നാണ് ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാർ ജാർഖണ്ഡിലെ പർഗാനാസ് മേഖലയിൽ, സാന്താൾ പർഗാനാസ് മേഖലയിൽ എത്തിയതും അവർ പിന്നീട് വോട്ടർമാരായി മാറിയതും എന്ന ആരോപണമാണ് നിഷികാന്ത് ദുബെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ അതിൽ JP നഡ്ഡ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ജുഡീഷ്യറിയെ BJP നേതാക്കൾ ബഹുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ജുഡീഷ്യറിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ ഇംപീച്ച്മെന്റിനുള്ള നീക്കം ഒക്കെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടും മറ്റു ചില നേതാക്കൾ നടത്തിയ പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹിമന്ത ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്യുന്നത്. അത് റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെ. ഏതായാലും ഇതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, താൻ ഇങ്ങനെ തന്നെ പോകൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നേതാക്കളുടെ ഭീഷണി അല്ലെങ്കിൽ നേതാക്കൾ താക്കീതൊക്കെ തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു നിലപാടുമായി നിഷികാന്ത് ദുബെ മുന്നോട്ട് പോകുന്നു. മാത്രവുമല്ല SY ഖുറേഷിക്കെതിരെ നിഷികാന്ത് ദുബെ മാത്രമല്ല BJP നേതൃത്വം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. BL സന്തോഷും SY ഖുറേഷി ട്വീറ്റ് റീട്വീറ്റ് ചെയ്ത് ചില വിമർശനങ്ങളൊക്കെ തന്നെ ഇന്നലെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പരാമർശം നിഷികാന്ത് ദുബെയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും പ്രതിപക്ഷം മറുവശത്ത് വിമർശനം കടുപ്പിക്കുന്നുണ്ട്. കാരണം കോടതി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം, സ്പീക്കർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. കാരണം കോടതി അലക്ഷ്യ നടപടിയാണ്, ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് കോൺഗ്രസും DMKയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിലും ഇതിനോടകം തന്നെ പരാതിയുണ്ട്. അതായത് അറ്റോർണി ജനറലിന് പരാതി നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി അഭിഭാഷകർ. ഒരുപക്ഷെ ഇന്ന് കോടതി കൂടുമ്പോൾ ഇക്കാര്യം കോടതി മുമ്പാകെ പരാമർശിക്കപ്പെടാനും സാധ്യതയുണ്ട്. ശ്രീജ. ശരി, ER രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. 4 ദിവസത്തെ സന്ദർശനത്തിന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇന്ത്യയിലെത്തുകയാണ്. പകരത്തീരുവയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് JD വാൻസിന്റെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാൻസിന് അത്താഴ വിരുന്നൊരുക്കും. സാമ്പത്തിക സഹകരണം, പ്രതിരോധ പങ്കാളിത്തം, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. US വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം വാൻസിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. സാമ്പത്തിക സഹകരണം, പ്രതിരോധ പങ്കാളിത്തം, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന ഘട്ടത്തിൽ തീരുമാനിച്ച 10 വർഷത്തെ പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ ഘട്ടത്തിലുണ്ടാകും. ഉഭയകക്ഷി വ്യാപാര കരാറിന് അടുത്ത ഘട്ട ചർച്ചകൾ JD വാൻസിന്റെ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. 2030 ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ഉയർത്തുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം. എന്നാൽ ട്രംപ് ഭരണകൂടം താരിഫുകളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കരാറിന്റെ പ്രാരംഭഘട്ടത്തിനായി ചർച്ചകൾക്കുള്ള പരിഗണനാ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും അന്തിമമാക്കിയതായും വിവരമുണ്ട്. ഭാര്യ ഉഷ വാൻസും മക്കളും ഒപ്പമുണ്ടാകും. ഇന്ത്യൻ വംശജയാണ് ഉഷ വാൻസ്. ന്യൂഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികൾക്ക് പുറമെ ഇന്ത്യയുടെ ചരിത്ര പ്രധാന കേന്ദ്രങ്ങളായ ജയ്പൂർ, ആഗ്ര തുടങ്ങിയവ വാൻസും കുടുംബവും സന്ദർശിക്കും. US വൈസ് പ്രസിഡന്റ് വാൻസിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ F1 സ്റ്റുഡന്റ് വിസ റദ്ദാക്കുന്നതിനെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികളും ചൈനീസ് വിദ്യാർത്ഥികളും അമേരിക്കയിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു. 3 ഇന്ത്യൻ വിദ്യാർത്ഥികളും 2 ചൈനീസ് വിദ്യാർത്ഥികളും ചേർന്ന് ന്യൂ ഹാംഷെയറിലെ ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. മാർച്ച് അവസാനം വരെ 170 കോളേജുകളിൽ നിന്നായി 1100 വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയതായി അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു.
വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ നിയമ പോരാട്ടം തുടങ്ങിയത്. ഏകപക്ഷവും നിയമവിരുദ്ധവുമായ പിരിച്ചുവിടൽ എന്നാണ് ഹർജിയിൽ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പാർക്കിംഗ്, ഗതാഗത നിയമലംഘനങ്ങളോ സമാനമായ ചെറിയ തെറ്റുകളോ ചൂണ്ടിക്കാട്ടിയാണ് വിദേശ വിദ്യാർത്ഥികളുടെ F1 വിസ റദ്ദാക്കുന്നത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കുറഞ്ഞ കാലം മാത്രമുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കുക വഴി അവരുടെ ഭാവി ഇരുളടയുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ നടപടികൾ നേരിടുന്ന 3 ഇന്ത്യൻ വിദ്യാർത്ഥികളും 2 ചൈനീസ് വിദ്യാർത്ഥികളും ചേർന്നാണ് കേസ് ഫയൽ ചെയ്തത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമായി ഏകദേശം 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷവും ഇതോടനുബന്ധിച്ചുള്ള പ്രദർശനവും ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും വൈകിട്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ പൊതുസമ്മേളനവും നടക്കും. അതേസമയം ഈ ആഘോഷ പരിപാടികൾ ധൂർത്താണെന്നാണ് പ്രതിപക്ഷ നിലപാട്. വിവരങ്ങളുമായി KV ബൈജു കാസർഗോഡ് നിന്ന്. ബൈജു, 1 മാസം നീളുന്ന വലിയ വിപുലമായ പരിപാടികൾക്കാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ തുടക്കം കാസർഗോഡ് നിന്നാണ്. ഇത് ജനങ്ങളെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി ലക്ഷ്യമിടുന്നത്. അത് സാധ്യമാവുന്ന തരത്തിൽ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും ശ്രീജ, അത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന ആ വേദിക്ക് സമീപമാണ്. നമുക്ക് വേദി കാണാം. വലിയ തോതിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. നമുക്ക് ഇതിൽ കാണാം, വലിയ തോതിലുള്ള പവലിനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. അതിന് പ്രത്യേക പ്രദർശന വിപണന മേളയൊക്കെയുണ്ട്. അതുപോലെ തന്നെ സെമിനാറുകളുണ്ട്. ഏതായാലും മുഴുവൻ മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇവിടെ എത്തും. എന്തായാലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്ന് തന്നെയാണ് പ്രധാനമായും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ അത് എണ്ണി പറയുക ഈ പരിപാടിയിൽ എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഓരോ പരിപാടിയും ജില്ലയിൽ നടക്കുമ്പോഴും നേരത്തെ നവകേരള സദസ്സിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉണ്ട്. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച കാഞ്ഞങ്ങാടുള്ളത്. വൈകിട്ട് വലിയ തോതിലുള്ള റാലിയും സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം ഈ പരിപാടി പൂർണ്ണമായും ബഹിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പരിപാടി ദൂർത്തെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആശാ സമരം ഒരു ഭാഗത്ത് നടക്കുന്നു, സംസ്ഥാനത്തിന് പണമില്ല, കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും വലിയ തോതിൽ ദൂർത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള പരിപാടി നടക്കുന്നു. അല്പസമയം മുമ്പ് മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 8നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്, ഇതുമായി മുന്നോട്ട് പോകും. മാത്രമല്ല ഒരു തുടർ ഭരണം അതുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പറയുന്നുണ്ട്. ഏതായാലും ജനങ്ങൾ അംഗീകാരം നൽകി 2ാം സർക്കാരിനെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ വീണ്ടും ഒരു ഭരണം ഉണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങൾ, അതായത് തങ്ങളുടെ നേട്ടങ്ങളെല്ലാം ഇത്തരത്തിൽ ഉയർത്തിക്കാട്ടും. ഇതിൽ പ്രധാനമായും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദേശീയ പാത ഫ്ലക്സ് ബോർഡുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇവിടെ എത്തും. 10 മണിയോടുകൂടി ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. ഓരോ മന്ത്രിമാരായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഓരോ മന്ത്രിമാരായി ഇപ്പോൾ ഈ വേദിക്കരികിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അല്പസമയത്തിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വൈകിട്ട് നടക്കുന്ന റാലി ഉദ്ഘാടനം ചെയ്തത്. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേള അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. വിവിധ പരിപാടികൾ, സെമിനാറുകളുണ്ട്, അതോടൊപ്പം തന്നെ കലാപരിപാടികളുണ്ട്. അത്തരത്തിൽ വിപുലമായ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ശ്രീജ, ഇതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം അത് ഒരു ഉറച്ച ശബ്ദമായി നമ്മൾ ആദ്യം കേൾക്കുന്നത് കാസർഗോഡ് MP-യുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ വേദിയിലേക്ക് എത്തുന്നത് കാണാം. ചീഫ് സെക്രട്ടറിയും മറ്റ് മന്ത്രിമാരും ജില്ലാ പ്രസിഡന്റ് വരെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ തരത്തിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശബ്ദം അത് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇപ്പോൾ
രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നാണ്. അതായത് പൂർണ്ണമായും ഇത്തരം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തന്നെയാണോ ഈ ജനപ്രതിനിധികളടക്കമുള്ളവർ തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്ത്? ശ്രീജ, അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷം പൂർണ്ണമായും ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് 4 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം അത് പരാജയമാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയും സർക്കാരും മകളും വലിയ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഇത്തരം ധൂർത്ത് പരിപാടിയുമായി സർക്കാർ ഇറങ്ങുന്നു എന്നാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വികസനങ്ങൾ ഇല്ലാത്ത ഒരു കേരളം പിന്നെന്തിനാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ട്. എന്തായാലും അതിന് മറുപടിയായി തന്നെയാണ് AK ശശീന്ദ്രൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം AK ശശീന്ദ്രൻ ഇവിടെ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രവർത്തനം ഏകോപിപ്പിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് പ്രതിപക്ഷം ഇല്ലെങ്കിലും ആളുകൾ എത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല, സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അതായിരിക്കും ഈ പരിപാടി എന്നാണ്. എല്ലാ ജില്ലകളിലും ഓരോ ജില്ലകളിലും ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വലിയ തോതിലുള്ള ഈ പ്രത്യേക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ എത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സംഘാടകർക്കുള്ളത്. എന്നാലും അത്തരത്തിൽ കാർഷിക സെമിനാർ 200ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള കലാപരിപാടികൾ, വൈകിട്ട് എല്ലാ ദിവസവും കലാപരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പരിപാടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത് ഏറ്റവും അവസാനം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും എത്തുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയപാത വികസനം ഉൾപ്പെടെ സർക്കാരിന്റെ ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, അതിന്റെ കൂറ്റൻ കട്ടൗട്ടുകളൊക്കെ, നിരവധി കട്ടൗട്ടുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് വേദിയിലേക്ക് ദൃശ്യങ്ങൾ പോയാൽ കാണാം. അവിടെ കൃത്യമായി അതിന്റെ ഓരോ ഡിസ്പ്ലേ, ഓരോ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഡിസ്പ്ലേ ഇവിടെ നേരത്തെ മുതൽ തന്നെ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരുന്നു. എന്നാലും ആളുകളൊക്കെ ഈ വേദിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ യോഗത്തിൽ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് വേദിയിൽ കാണാം, M രാജഗോപാലൻ MLA ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പരിപാടി വലിയ തോതിൽ ഒരു 4ാം വാർഷിക ആഘോഷം അത് വലിയ കൊഴുപ്പോടുകൂടി തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ സംവിധാനങ്ങൾ എല്ലാം ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ശരി, KV ബൈജു ആണ് കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ ആണ് ഈ 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുന്നത്. ഇവിടെ തുടങ്ങി അത് 1 മാസം പിന്നിട്ട് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനം വരെ എത്തുന്ന പരിപാടികൾ. പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇതിന്റെ അവസാന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. VV അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് വിശകലനങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രിയുടെ മുഖമുള്ള പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ മാത്രം ഏതാണ്ട് 15 കോടിയിലേറെ രൂപ, അങ്ങനെ പലതരത്തിൽ ഈ 9 വർഷങ്ങളിലെ ഭരണ നേട്ടങ്ങൾ മുഴുവൻ ഒരു ഡിജിറ്റലായി, വിഷ്വലായി ജനങ്ങൾക്ക് തൊട്ടുമുന്നിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് 3ാം സർക്കാരിന് മുന്നോടിയായുള്ള ഈ ആഘോഷ പരിപാടികൾ കൊണ്ട് CPM ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് പ്രതിപക്ഷം കടുത്ത എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്, അവർ വിട്ടുനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കുക? ശ്രീജ, 5ാം വാർഷികം സാധാരണഗതിയിൽ ഒരു സർക്കാരുകളും ആഘോഷിക്കാറില്ല. കാരണം അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് സമയമാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതിന്റെ പെരുമാറ്റച്ചട്ടവും നിലയിൽ വന്നു കഴിഞ്ഞു. ഇതുകൊണ്ടാണ് 4ാം വാർഷികം പരമാവധി വിപുലമായി ആഘോഷിക്കാൻ സർക്കാരുകൾ തീരുമാനിക്കുന്നത്. പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരിന്റെയും തീരുമാനം അതുതന്നെയാണ്. 4ാം വാർഷികം ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കണം. അതിനുവേണ്ടിയുള്ള ചെലവുകൾ പരമാവധി ചുരുക്കുമെന്ന് ധനമന്ത്രി പറയുമ്പോഴും കോടിക്കണക്കിന് രൂപ ഈ ചെലവിനങ്ങളിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രചരണം. CPIയുടെ സംസ്ഥാന കൌൺസിൽ യോഗത്തിലടക്കം വലിയ വിമർശനം. മുഖ്യമന്ത്രി മാത്രമാണോ ഇടതുമുന്നണിയുടെ നേതാവ്, അത് മുഖ്യമന്ത്രിയുടെ മാത്രമാണോ പ്രചരണം നടത്തുന്ന ചോദ്യമൊക്കെ ഉയരുമെങ്കിലും സർക്കാർ തീരുമാനത്തിൽ വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തന്നെയാണ് നടത്തുന്നത്. ഈ സർക്കാരിന്റെ നായകൻ മുഖ്യമന്ത്രിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കാൻ പോകുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് പ്രധാനമായും നടക്കുക. അത് പരമാവധി
വിപുലമായി തന്നെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടിയുടെ തുടക്കമാണെന്ന് കാസർഗോഡ് നടക്കുന്നത്. ഇനിയുള്ള ഈ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിലുള്ള പ്രചരണ കോലാഹലങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം സ്വാഭാവികമായും അത് ബഹിഷ്കരിക്കുകയാണ്. സർക്കാരിന്റെ ഇത്തരം ധൂർത്തുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. പക്ഷേ സർക്കാർ ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി കൂടി മാറ്റുകയാണ്, പ്രചരണമായി കൂടി മാറ്റുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരു വർഷത്തെ അടുപ്പിച്ച് ബാക്കിയുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ മാത്രം പ്രചരണ നേട്ടങ്ങളാകില്ല ഈ സർക്കാർ പ്രദർശിപ്പിക്കുക, അവർ പ്രചരിപ്പിക്കുക. മൊത്തത്തിൽ 9 വർഷമായി ഏതാണ്ട് 9 വർഷമായി പിണറായി സർക്കാർ, ആദ്യ പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള 9 വർഷക്കാലം ചെയ്ത കാര്യങ്ങളാണ് സർക്കാർ പ്രചരണത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. അതാണ് ഈ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട് തന്നെയാണ്. എന്തെല്ലാം ഈ സർക്കാർ ചെയ്തു എന്നത് ജനങ്ങളെ അറിയിക്കുക എന്ന ഒരു കടമ കൂടിയാണ് സർക്കാർ ഇതിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടങ്ങുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൻ ധൂർത്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആശാ വർക്കർമാർക്ക് നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് വാർഷികാഘോഷത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിക്കുന്നത്. സർക്കാരും മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ധൂർത്തിന് യാതൊരു കുറവുമില്ലെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഏതായാലും UDF ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ചേരുന്നത്. MP, ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കോൺഗ്രസ് MP എന്നുള്ള നിലയ്ക്ക്, ഒരു UDF MP എന്ന നിലയ്ക്ക് UDF 4ാം വാർഷികം ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായി അതെനിക്കും ബാധകമാണ്. ഈ ഗവൺമെന്റ് 4ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. പ്രധാനമായി എന്താണ് ഈ ബഹിഷ്കരണത്തിന് കാരണം പറയുന്നത്? അല്ലേ, ഇപ്പം ബഹിഷ്കരിക്കാൻ ഈ ഗവൺമെന്റിനെ ആഘോഷിക്കാൻ എന്താ ഉള്ളത്? കഴിഞ്ഞ 4 വർഷക്കാലം ഭരണ പരാജയമല്ലാതെ എന്താ ഉള്ളത്? ഗവൺമെന്റും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. 1. 2, ഈ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ധൂർത്തിന് യാതൊരു കുറവുമില്ല. കെടുകാര്യസ്ഥത. ആശാ വർക്കർമാർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 60 ദിവസം കഴിഞ്ഞു. ഈ കാസർഗോഡ് മാത്രം 60 കോടി രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആഘോഷത്തിന് വേണ്ടി ചിലവാക്കുന്നത്. അതിലൊരു ചെറിയ പങ്ക് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ, ആശാ വർക്കർമാർ ചെയ്യുന്ന സേവനം മാനിച്ച് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവരുടെ ആ സമരം ഒത്തീർപ്പാക്കണ്ടേ? ഇതൊക്കെ ഈഗോയാണ്. കാര്യം അതിന് ഒരു രാഷ്ട്രീയ നിറം കൊടുത്ത്, ഒരു മാനം കൊടുത്ത് ഈ സമരം വിജയിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആശാ വർക്കർമാരുടെ യൂണിയൻ പൊളിയും എന്ന് ഭയന്നിട്ടാണ് അത് ചെയ്യാത്തത്. 1. 2. രണ്ടാമത്തെ കാര്യം, ക്ഷേമ പെൻഷനുകളെല്ലാം നിർത്തിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 4 മാസമായി കുടിശ്ശികയാണ്. കേന്ദ്രം പറയുന്നു ഞങ്ങൾ പൈസ കൊടുത്തു, കേരളം പറയുന്നു പൈസ കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടുതട്ടുകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. കോൺട്രാക്ടർമാർക്ക് നമുക്കറിയാമല്ലോ, പഞ്ചായത്തിലൊന്നും വികസനത്തിന് ഫണ്ട് കൊടുക്കുന്നില്ല. പഞ്ചായത്തിലൊരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. ഫണ്ട് കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് ട്രഷറി ചെല്ലുമ്പോൾ പണമില്ല, അവസാനം ആ പണം തിരിച്ചു പിടിക്കുക. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ, അതായത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സകല വികസനവും താഴെത്തട്ടിലാണ്. ഒരു വികസനവും നടക്കുന്നില്ല. ഒരു വാർഷികം ആഘോഷിക്കാൻ ഇവർക്ക് യാതൊരു യോഗ്യതയില്ല. എവിടുന്നാണ് ഈ പണം? നിങ്ങൾ കാലിക്കടവിൽ പോയി നോക്ക്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് കട്ടൻ ചായയും പരിപ്പോടും എന്നൊരു എയർ കണ്ടീഷനാണ്. മനസ്സിലായില്ലയോ? ഇതൊക്കെ തീയിൽ കുരുത്ത പ്രസ്ഥാനമല്ലേ, വെയിലത്ത് വാടത്തില്ലല്ലോ. അപ്പോൾ എത്ര പവർ യൂണിറ്റുകളാണ് അവിടെ കിടക്കുന്നത് നോക്ക്, ഒന്നാലോചിച്ച് നോക്കേ. അപ്പോൾ ഇത് വീണ്ടും പണമില്ലാത്തൊരു ഗവൺമെൻറ്, കോടാനുകോടി രൂപയുടെ കടം വരുത്തി വെച്ചൊരു ഗവൺമെൻറ്, കേന്ദ്രത്തിനെതിരെ പണമില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഗവൺമെൻറ്, ഇന്ന് ഈ 4ാം വാർഷികത്തിൻ്റെ ധൂർത്ത് എന്തിനാന്ന് വെച്ചാൽ 5ാം വാർഷികം ആയിക്കഴിഞ്ഞാൽ പിന്നെ 3ാം ഭരണം വരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഗിമ്മിക്കാണത്. ഈ ഗിമ്മിക്കുമായി UDFന് സഹകരിക്കാനാവില്ല. ഇത് ജനവഞ്ചനയാണ്. ഇത് ജനപക്ഷത്തു നിന്നുള്ള ഒരു ആഘോഷമല്ല, ജനവിരുദ്ധമായ ആഘോഷമാണ്. അതുകൊണ്ടാണ് UDF ഞങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പരാജയമായ ഒരു സർക്കാർ ഇത്തരത്തിൽ ആഘോഷം നടത്തുന്നതോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. അത് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP വ്യക്തമാക്കുന്നത്. എന്തായാലും UDF ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുമുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനാണ് പരിപാടിയെന്നും ധൂർത്തെന്ന UDFന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ. UDF ബഹിഷ്കരിച്ചാലും ജനങ്ങളെത്തും, തുടർഭരണം പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു.
മന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് ഇതിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഏതായാലും മന്ത്രി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ഒരു ആഘോഷം എന്നുള്ള നിലയിലല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ പോയ വർഷങ്ങളിലെ പ്രവർത്തന മികവ്, അതിൻ്റെ ഫലമായി ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ നാട്ടിലുണ്ടാക്കിയ വികസന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഫലമായി കേരളം ആകെ ഉണർന്ന് പ്രവർത്തിക്കുന്ന വികസന തരംഗം എന്താണ് എന്ന് ജനങ്ങളിൽ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഷികാഘോഷം നടത്തുക എന്നുള്ളതല്ല. അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യക്കാകെ മാതൃകയായ വിധത്തിലുള്ള വികസന സമീപനവും വികസന പ്രവർത്തനങ്ങളും പ്രതിബദ്ധതയോടെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നേരത്തെ ഭരിച്ചതൊക്കെ മിടുക്കന്മാരാണ്, നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 30 വർഷം മുമ്പിൽ കണ്ടുകൊണ്ട് ആ കാലമാകുമ്പോഴേക്കും കേരളം എന്താണ് നേടേണ്ടത് എന്ന ഒരു ബ്ലൂ പ്രിൻ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ആസൂത്രിതമായി നടത്തുന്ന പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലവും ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു റിവ്യൂ ആണ് ഇപ്പോൾ ജനങ്ങൾ നടത്തുന്നത്. ആ റിവ്യൂ നടത്തുന്നതിനാണ് സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളായി പ്രവർത്തിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, വനിതകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ബിരുദധാരികൾ, ശാസ്ത്രജ്ഞന്മാർ, ഇവരിൽ നിന്നെല്ലാം അവരെന്താണ് നാളത്തെ കേരളം എന്തായിരിക്കണം എന്ന് അവർക്കൊരു സ്വപ്നമുണ്ടാകും. ആ സ്വപ്നങ്ങളെല്ലാം കൂട്ടിവെച്ച് ഒരു രൂപത്തിലാക്കിയാണ് ഇത്രയും വർഷം നമ്മൾ പഠിച്ചത്. അപ്പോൾ പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് മുൻഗണനകളിൽ മാറ്റം വന്നു വരും. ആ മുൻഗണനകളിലെ മാറ്റം നിശ്ചയിക്കുന്നത് ഞങ്ങളൊരു മുറിയിലിരുന്നല്ല, ജനങ്ങളിൽ നിന്നുള്ള ആശയ സംവാദത്തിലൂടെയാണ് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്. അതുകൊണ്ടാണ് പലതരം വിമർശനങ്ങൾ ഉണ്ടായിട്ടും പ്രതിപക്ഷം പ്രത്യേകിച്ച് പറയുന്നത് വലിയ ദൂർത്ത് ഉണ്ടാക്കുന്നു, പണമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ, കേന്ദ്രത്തിന് പണം നൽകുന്നില്ല എന്നൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ ദൂർത്താണെന്നാണ് പ്രതിപക്ഷ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അവർ ബഹിഷ്കരണം നടത്തുന്നത്. അതിനെങ്ങനെ കാണുന്നു മിനിസ്റ്റർ? അത് ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണെന്ന് ഞാനിപ്പം പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖമുണ്ട്, അത് ചികിത്സിക്കണം. ചികിത്സിച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരണം. പണച്ചെലവുള്ളതാണ്. പണച്ചെലവുണ്ട് എന്ന് ചോദിച്ചാൽ ചെയ്യാതിരിക്കും വരും. അപ്പം നമുക്ക് ഈ സമൂഹത്തിന്, ഈ കേരളത്തിൽ കുറേ ദൗർബല്യങ്ങളുണ്ട്, കുറേ പോരായ്മകളുണ്ട്. വികസന കാര്യത്തിൽ നമ്മൾ വളരെ പതുക്കെയായിരുന്നു. അത് ആ മെല്ലേപ്പോക്ക് അവസാനിപ്പിച്ച് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകണമെങ്കിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതിന് ജനങ്ങളെ ഒപ്പം നിർത്തണമെങ്കിൽ എന്താണ് നേട്ടങ്ങൾ, എന്താണ് കോട്ടങ്ങളെന്ന് ജനങ്ങൾ വിലയിരുത്തണം. അത് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാലേ ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന പ്രതിപക്ഷമാണ് ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തെ വിമർശിക്കുന്നത്. പക്ഷേ അവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തും എന്നാണ് എനിക്ക് പറയാൻ. മറ്റൊരു കാര്യം പ്രതിപക്ഷം പറയുന്നത്, ഇതിപ്പോ സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് ഈ ഒരു സംവിധാനം എന്നാണ്. അത് എന്തെങ്കിലും വസ്തുണ്ടോ? അല്ല, 4ാം വാർഷികം അല്ലല്ലോ, 1ാം വാർഷികവും 2ാം വാർഷികവും ഒക്കെ നമ്മളിത് ചെയ്തില്ലേ? ആ ചെയ്തൊക്കെ തെരഞ്ഞെടുപ്പുമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണാതെ സന്യസിക്കാനുള്ള പരിപാടികളാണോ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഹിമാലയത്തിൽ പോയി സന്യസിക്കാനാണോ പ്രതിപക്ഷ നേതാവ് രാജ്യം മുഴുവൻ സന്ദർശിച്ച് ഗവൺമെന്റിനെ വിമർശിക്കുകയും ജനങ്ങളെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്? എല്ലാവർക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ്? വീണ്ടും ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു കേരളത്തെ പണിയണമെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് അധികാരത്തിൽ വരുന്നത്. കാരണം അധികാരം ഒരു ഘടകമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഞങ്ങളെന്താണ് പറഞ്ഞത്, ആ പറഞ്ഞത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ ജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. ആ ചോദ്യങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ ഉത്തരം പറയേണ്ടത്. അങ്ങനൊരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് 2ാം ഊഴം എന്ന് പറയുന്ന അത്ഭുതം കേരളത്തിൽ സംഭവിച്ചത്. നാളെ തുടർച്ചയായി മറ്റൊരു അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ആ ഭയപ്പാടിൽ നിന്നും ഉയർന്നു വന്ന വിമർശനമാണ്. അവരുടെ കൂടെ നേതാക്കന്മാരിവിടെ വരികയില്ലെങ്കിലും അവരെ അനുകൂലിക്കുന്ന നിരവധി ജനങ്ങൾ ഈ വരുന്ന ഒരാഴ്ചക്കാലം ഈ നേട്ടങ്ങൾ കാണാൻ ഈ പന്തലിലെത്തുന്ന അത്ഭുത കാഴ്ചക്കും കാസർഗോഡുകാർക്ക് സാക്ഷ്യം വഹിക്കണം. അതായത് 9 വർഷക്കാലത്തെ സർക്കാരിന്റെ നേട്ടം ജനങ്ങളിലെത്തിക്കുക, അതോടൊപ്പം 3ാം ഭരണം എന്ന പുതിയ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം, പുതിയ മുൻഗണനകളെന്ന് കാഴ്ചപ്പാടുണ്ട്. പുതിയ മുൻഗണനകൾ എന്തായിരിക്കണം, എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്, എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്ക് ജനങ്ങളാണ് ഞങ്ങളെ ഓഡിറ്റ് ചെയ്യുന്നത്. ഇത് ജനകീയ ഓഡിറ്റിന് വേണ്ടി ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഇത് കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്.
ആ റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്യാനാണ് ജനസഹസ്രങ്ങൾ ഇവിടെ എത്തുക. അവരുടെ ഓഡിറ്റിങ്ങിൽ ഞങ്ങൾക്ക് A+ മാർക്ക് കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം അതെല്ലാം മന്ത്രി തള്ളുന്ന സാഹചര്യം കൂടിയാണുള്ളത്. ക്യാമറാമാൻ സുമേഷ് മൊറാഴൊപ്പം KB ബൈജു, News 18 കാസർഗോഡ്. BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തന്നെ തുടക്കമാവുകയാണ്. മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരോട് സംസാരിക്കും. എല്ലാ ജില്ലകളിലും നടക്കുന്ന വികസിത കേരളം കൺവെൻഷനിൽ BJPയുടെ മിഷൻ 2025 സംസ്ഥാന പ്രസിഡന്റ് അവതരിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. യാത്രാ ദിവസങ്ങളിൽ രാവിലെ 8:30 ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന യോഗവും 10 മണി മുതൽ 12 വരെ വികസിത കേരളം കൺവെൻഷനും നടക്കും. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മുതലുള്ള നേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ അംഗങ്ങൾ, മുൻ അംഗങ്ങൾ, 2ാം സ്ഥാനത്തെത്തിയവർ, NDA നേതാക്കൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഇൻചാർജുമാരെയും യോഗത്തിൽ പ്രഖ്യാപിക്കും. കൺവെൻഷന് ശേഷം ജില്ലയിലെ പ്രധാന വ്യക്തികളെ സംസ്ഥാന അധ്യക്ഷൻ നേരിൽ കാണും. വൈകിട്ട് 4 മണി മുതൽ 6 വരെ 2ാമത്തെ സംഘടനാ ജില്ലയിലെ വികസിത കേരളം കൺവെൻഷൻ നടക്കും. വൈകിട്ട് 6 മുതൽ 7:30 വരെ ജില്ലാ കോർ, മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന നേതൃയോഗവും ചേരും. ഇന്ന് തൃശൂർ സിറ്റി ജില്ലയുടെയും ഉച്ചയ്ക്ക് ശേഷം തൃശൂർ സൗത്ത് ജില്ലയുടെയും കൺവെൻഷനുകൾ നടക്കും. മെയ് 10 പാലക്കാട് വെസ്റ്റ് ജില്ലയിലെ കൺവെൻഷനോടെയാണ് പരിപാടികൾ സമാപിക്കുന്നത്. News 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ കൊച്ചിയിൽ ഇന്ന് നിർണായകമായ യോഗങ്ങൾ നടക്കുന്നുണ്ട്. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി വിൻസി അലോഷ്യസിന്റെയും ഷൈൻ ടോം ചാക്കോയുടെയും മൊഴിയെടുക്കും. വൈകിട്ട് ചേരുന്ന ഫിലിം ചേംബർ യോഗം ഷൈനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന കാര്യം ചർച്ച ചെയ്യും. എന്തായാലും ഷൈന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാവില്ല എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഇതോടൊപ്പം ഷൈന് ബന്ധമുള്ള ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ 3 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ നീക്കം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ഒപ്പം ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനുമുണ്ട്. ആദ്യം നവമിയിലേക്ക്. നവമി, ഇന്ന് വളരെ നിർണായകമായ, ഷൈനെ സംബന്ധിച്ച് വളരെ നിർണായകമായ രണ്ട് യോഗങ്ങൾ നടക്കുന്നത്. ഒന്ന് ഈ സിനിമയുടെ IC മൊഴിയെടുക്കുന്നതാണ്. രണ്ടാമത്തേത് ഫിലിം ചേംബറാണ്. ഫിലിം ചേംബർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും? സിനിമയിൽ നിന്ന് ഒരുപക്ഷെ ഷൈനെ മാറ്റി നിർത്തുക എന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നത് ചേംബറിനാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമോ എന്നതാണ് ആദ്യത്തെ ആകാംക്ഷ. രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണ സംഘം ഇപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് മൊഴി വിശദമായി പരിശോധിക്കണം എന്നതാണ്. എന്തൊക്കെയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾ, തീരുമാനങ്ങൾ? കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സിനിമാ അസോസിയേഷനുകളുടെ തീരുമാനം. കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയരുന്ന പരാതി ഇതാദ്യമായിട്ടല്ല. ഇതിനു മുൻപും ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. അത് നിർമ്മാതാക്കളടക്കം സിനിമയുമായി സഹകരിപ്പിക്കാൻ കഴിയാത്തത്ര പ്രശ്നക്കാരനാണ് ഷൈൻ ടോം ചാക്കോ എന്ന റിപ്പോർട്ടുകളും പരാതികളും ഒക്കെ ഇതിനു മുൻപും നൽകിയതാണ്. പക്ഷെ അതെല്ലാം പലപ്പോഴും സംസാരിച്ച് പരിഹരിച്ച ഒരു സാഹചര്യത്തിൽ വിൻസിയുടെ ഈ പരാതിയെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് സിനിമാ സംഘടനകൾ കാണുന്നത്. എന്തായാലും ICCയുടെ യോഗമാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നത്. ഈ സൂത്രവാക്യം സിനിമയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ വിൻസി അലോഷ്യസിൽ നിന്നും കൃത്യമായി തന്നെ ICC ചോദിച്ചറിയും. ഈ സെല്ല് പിന്നീട് ആരോപണ വിധേയനായ ഷൈൻ ടോം ചാക്കോയും കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെയാണ് ഫിലിം ചേംബറിന്റെ യോഗവും കൊച്ചിയിൽ ചേരുന്നുണ്ട്. അതിൽ സിനിമയുടെ നിർമ്മാതാവിനെ അടക്കം, ശ്രീകാന്തിനെ അടക്കം വിളിച്ചു വരുത്തി അയാളിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയണം. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആ സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ വിൻസി സംവിധായകനോടോ നിർമ്മാതാവിനോടോ പറഞ്ഞിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന ഫിലിം ചേംബർ യോഗത്തിന് മുന്നോടിയായി നിർമ്മാതാവിന്റെ അടക്കം കാര്യങ്ങൾ തിരക്കിയതിന് ശേഷമായിരിക്കും ഒരു യോഗം. ആ യോഗത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് അവരും എത്തി നിൽക്കുന്നത്. എന്തായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എടുക്കുന്ന നടപടി എന്നതിൽ നമുക്ക് വൈകിട്ടോടുകൂടി കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കും.
മാധ്യമങ്ങളെ തന്നെ ഇക്കാര്യം അറിയിക്കുമെന്നാണ് ഫിലിം ചേംബർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത്. ICCയുടെ യോഗവും ഉച്ചയ്ക്ക് ശേഷം തന്നെയായിരിക്കും നടക്കുക. അത് എവിടെ വെച്ച് നടക്കുക എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമാകില്ല. കാരണം അത് വളരെ അതീവ രഹസ്യത്തോടുകൂടി തന്നെയാണ് ആ സെല്ല് യോഗം ചേർന്ന് ഇതിലൊരു തീരുമാനം, ഒരു റിപ്പോർട്ട് ഈ ഫിലിം ചേംബറിനടക്കം കൈമാറുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അമ്മ അസോസിയേഷനിലെ താരസംഘടനയിലെ അംഗങ്ങളും ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. എന്നാലും വരും മണിക്കൂറിൽ അതിലൊരു കൃത്യത ാൻ സാധിക്കും. മറ്റൊന്ന് കമ്മീഷണറുടെ യോഗമാണ്. കമ്മീഷണറെ അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മീഷണറുടെ യോഗം അത് 3 ACPമാരും അന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്ത എറണാകുളം സെൻട്രൽ നർക്കോട്ടിക് ACPമാരും മറ്റുള്ള ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി അവരുമായി ഈ മൊഴി വിശദമായി പരിശോധിക്കും. അന്ന് ഈ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതടക്കം കമ്മീഷണറെ കാണിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് കമ്മീഷണറുമായി തീരുമാനിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. അതോടൊപ്പം രാസപരിശോധനാ ഫലം കാത്തിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ തന്നെ എത്രയും വേഗം പരിശോധനാ ഫലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ ലഹരി ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാനും ഷൈൻ ടോം ചാക്കോയെ വേണമെങ്കിൽ തുടർ നടപടികൾക്കായി തുടർ ചോദ്യം ചെയ്യുന്നതിനായി വരും ദിവസങ്ങളിലൊക്കെ വിളിച്ചു വരുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഷൈൻ്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പ്രധാനമായും പോലീസ് കടന്നിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക ഇടപാട്, ലഹരി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടന്നു കഴിഞ്ഞു. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച 2 രീതിയിൽ അദ്ദേഹത്തിന്റെ കരിയറിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ 2 രീതിയിലും നിർണായകമായൊരു ദിവസം കൂടിയാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ളൊരു തീരുമാനമുണ്ടാകും. ഒപ്പം പോലീസിന്റെ തുടർ നടപടികളെ സംബന്ധിച്ചും ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. ശ്രീജ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ ഷൈന് കൂടുതൽ കുരുക്കാവുന്ന മറ്റൊരു കേസ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസാണ്. ഷൈനുമായി ആ കേസിലെ പ്രതി തസ്ലീമയ്ക്ക് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ എക്സൈസ് ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇവർക്ക് നോട്ടീസ് അയക്കുന്നതിനെ കുറിച്ചൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ആലോചനകൾ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം അത്തരം നടപടികളിലേക്ക് കടന്നാൽ അത് ഷൈന് കൂടുതൽ കുരുക്കാവുകയില്ലേ? ശ്രീജ, ഷൈനും ശ്രീനാഥ് ഫാസിക്കും നോട്ടീസ് നൽകുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ നിന്ന് അല്പം പോലും എക്സൈസ് പിന്നോട്ട് പോയിട്ടില്ല. അവർ പ്രധാനമായും ഇതിനകത്ത് അവർക്ക് വേണ്ടത് ഇവരെ കസ്റ്റഡിയിൽ, അതായത് തസ്ലീമയും ഒപ്പം തന്നെ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ഒപ്പം ഫിറോസ്, ഈ 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇന്ന് അവരെ ഇപ്പോൾ ആലപ്പുഴ കോടതി കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ ഗ്രാന്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അവരെ ഉച്ചയോടുകൂടി പ്രൊസീജിയർ പൂർത്തിയാക്കി കസ്റ്റഡിയിലേക്ക് എക്സൈസിന് അവരെ ലഭിക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിലെടുത്താൽ മതി എന്നുള്ളൊരു നിലപാടായിരുന്നു എക്സൈസ് സ്വീകരിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി അപേക്ഷ അടക്കം ഇത്രയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ കാര്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡിയിൽ കിട്ടിയാൽ വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഈ ചലച്ചിത്ര താരങ്ങൾക്ക് നോട്ടീസ് കൈമാറും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ ചില ചാറ്റും കാര്യങ്ങളും ഒക്കെ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയുമായി തസ്ലീമയ്ക്ക് ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു 6 കിലോ ആണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് പറയുന്നു. ഒപ്പം 27-ന് ഉടുപ്പിൽ നിന്ന് പുറപ്പെട്ട ശേഷം പിന്നീട് ഇവരുണ്ടായിരുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഈ എറണാകുളത്ത് ഇതിന്റെ ആലപ്പുഴയിലേക്ക് എത്തിച്ചത് 3 കിലോ മാത്രമാണ്. മറ്റ് 3 കിലോ എവിടെ എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള മേഖലകൾ വിതരണം നടന്നു എന്നുള്ള സൂചനയും എക്സൈസിന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെയുള്ള പണമിടപാടുകളുടെ അടക്കമുള്ള രേഖകൾ എക്സൈസിന് ചലച്ചിത്ര താരങ്ങളുമായി ബന്ധപ്പെട്ടും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇവരെ കസ്റ്റഡിയിലേക്ക് ലഭ്യമാകും. കസ്റ്റഡിയിൽ ലഭ്യമായി കഴിഞ്ഞാൽ നിർണായകമായ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് എക്സൈസിന് ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലൊരു നീക്കത്തിന് ശേഷം ഉടൻ തന്നെ, അതായത് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഫാസിക്കും നോട്ടീസ് നൽകുമെന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുകാന്ത് സുരേഷിന് വേണ്ടി പോലീസ് നടത്തുന്ന അന്വേഷണം വിഫലം. അന്വേഷണ സംഘം 2 തിരിഞ്ഞ് കേരളത്തിനകത്തും പുറത്തും സുകാന്തിനും കുടുംബത്തിനും വേണ്ടി തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിനിടെ സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ ഹൈക്കോടതി വിധി പറഞ്ഞേക്കും.
തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാൻ സുരേഷിനു വേണ്ടി 3 ആഴ്ചയായി അന്വേഷണ സംഘം നടത്തുന്ന തെരച്ചിലാണ് അനിശ്ചിതമായി തുടരുന്നത്. പോലീസ് സംഘം 2ആയി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും തെരച്ചിൽ തുടരുകയാണെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. സുഗാന്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ച ചെന്നൈയിൽ ഒരാഴ്ചയിലേറെ വ്യാപകമായ പരിശോധന നടത്തിയ സംഘം തിരുവനന്തപുരത്ത് തിരികെയെത്തി. മലപ്പുറത്തെ ഇയാളുടെ ബന്ധുവീടുകളിലും തൃശൂർ കുന്നംകുളത്തെ ബന്ധുവീടുകളിലും മറ്റൊരു സംഘം പരിശോധന തുടരുകയാണെങ്കിലും ഇതുവരെ ഫലമൊന്നും ഉണ്ടായതായി സൂചനയില്ല. കേസിൽ പ്രതി ചേർത്ത സുഗാന്തിന്റെ മാതാപിതാക്കളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മൂകാംബിക ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പരിസരത്തും സുഗാന്തും കുടുംബവും ഒളിവിൽ കഴിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന നടക്കുന്നതായാണ് സൂചന. IB ഉദ്യോഗസ്ഥയെ ഗർഭചിത്രം നടത്തിച്ചതിന് ശേഷം വിവാഹത്തിൽ നിന്ന് ഇയാൾ പിൻവാങ്ങിയതാണ് 24-കാരിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. കഴിഞ്ഞ മാർച്ച് 24 രാവിലെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ ചാക്കയ്ക്ക് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലെത്തി. അതേസമയം പകരത്തീരുവയിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് JD വാൻസിന്റെ സന്ദർശനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാൻസിന് അത്താഴ വിരുന്ന് ഒരുക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഭാര്യ ഉഷ വാൻസും ഇന്ത്യയിൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിച്ചേരുകയാണ്. വൈസ് പ്രസിഡന്റിന് ആചാരപരമായ വരവേൽപ്പ് നൽകുകയാണ് ഇന്ത്യ. വത്തിക്കാനിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് വാൻസ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. സന്ദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകത JD വാൻസിന്റെ ഭാര്യ ഉഷ ഇന്ത്യൻ വംശജയാണ്. ഏറെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. വാൻസ് വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിച്ച കാര്യങ്ങളിലൊന്നാണ് ഉഷ ഇന്ത്യൻ വംശജയാണ് എന്നത്. ഭാര്യ ഉഷയോടൊപ്പമാണ് JD വാൻസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. കർണാടക മുൻ DGP ഓം പ്രകാശ് ബംഗളൂരുവിലെ വീട്ടിൽ കുത്തേറ്റ് മരിച്ചത് കുടുംബ വഴക്കിനെ തുടർന്നെന്ന് സൂചന. കൊല നടത്തിയെന്ന് സംശയിക്കുന്ന ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഓം പ്രകാശിന്റെ ഭാര്യ കുടുംബ സുഹൃത്തായ IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വീഡിയോ കോളിൽ വിളിച്ചാണ് താൻ ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബംഗളൂരുവിലെ HSR ലേഔട്ടിലെ വീട്ടിൽ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ ഓം പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യത ഓം പ്രകാശിനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സ്വത്ത് വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായിരുന്നതായി സംശയമുണ്ട്. ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയെയും കൊലപാതകം നടക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്ന മകളെയും ചോദ്യം ചെയ്യുകയാണ്. മകനിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. Every single aspect that will be ensured to be looked into, and then only will be in a position to tell exactly what exactly happened. It seems that some sharp weapon has been used because there is a lot of blood loss, because of which that it seems the death has happened. ഓം പ്രകാശ് തന്നെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചതായി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 5 ദിവസം മുൻപ് പല്ലവി പറഞ്ഞിരുന്നു. ബീഹാർ ചമ്പാരൻ സ്വദേശിയായ ഓം പ്രകാശ് കർണാടക കേഡർ 1981 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. 2015 മുതൽ 2017 വിരമിക്കും വരെ കർണാടക DGP ആയിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
സ്വത്ത് തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആയിഷത്തുൽ ഷംന ചേർന്നു. ഷംന, ഈ സമയത്ത്, ഈ കൊലപാതക സമയത്ത് മറ്റാരോ കൂടി അവിടെ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളുണ്ട്. ഈ സമയത്ത് ഓംപ്രകാശിന്റെ ഭാര്യ പല്ലവിയെ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വത്ത് സംബന്ധമായ തർക്കമാണോ എന്ന സംശയമായിരുന്നെങ്കിൽ ഇപ്പോൾ അതേറെക്കുറെ ഉറപ്പിക്കുകയാണ് പോലീസ്. ഈ ഓംപ്രകാശിന്റെ സ്വത്തുക്കളിൽ ഒരു ഭാഗം ഓംപ്രകാശ് തന്റെ ബന്ധുക്കൾക്ക് എഴുതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ കഴിഞ്ഞ രാത്രിയിൽ വഴക്കുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതിപ്പോൾ ഭാര്യയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ് പോലീസ് ഇത്തരം ഒരു കാര്യം വ്യക്തമാക്കുന്നതും. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ ഭാര്യ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരോട് പറഞ്ഞിരുന്നത് ഈ ഓംപ്രകാശ് തന്നെ കത്തി കാണിച്ചും മറ്റും ഭീഷണിപ്പെടുത്തിയിരുന്നു, കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓംപ്രകാശിന്റെ ഭാര്യ പറഞ്ഞിരുന്നു. അതിൽ കൂടി കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. നേരത്തെ ഈ ഓംപ്രകാശ് തന്നെ കത്തി കാണിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു, ഒപ്പം തോക്ക് ചൂണ്ടിയൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുകൂടി ഭാര്യ പല്ലവി മൊഴി നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു, അതോ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വത്ത് സംബന്ധമായ ഒരു തർക്കത്തെ തുടർന്നുണ്ടായ ഒരു വഴക്ക് അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചതാണോ? ഇക്കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും ആഴത്തിലുള്ള നിരവധി മുറിവുകൾ ഓംപ്രകാശിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നെഞ്ചിലും വയറിലുമായി ആഴത്തിലുള്ള നിരവധി മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും രക്തം വാർന്ന് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഇന്നലെ മൃതദേഹം കണ്ടെത്തിയതും. ഒപ്പം തന്നെ ഈ കൊലപാതക സമയത്ത് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മറ്റൊരു ബന്ധു കൂടി വീട്ടിലുണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചു എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ബന്ധു ഇനി ആരാണ്? അത് ഈ ഭാര്യയുടെ മറ്റോ ബന്ധുവാണോ, അതോ ഈ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഇനി വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്യുകയാണ്. ഓംപ്രകാശിന്റെ മകന്റെ പരാതിയിലാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനായി CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അല്പസമയത്തിനകം ചേരും. 4 ഒഴിവുകളാണ് സെക്രട്ടേറിയറ്റിൽ ഉള്ളത്. MLA-മാരായ CK ഹരീന്ദ്രനും IB സതീഷിനും പുറമെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ, വർക്കല ഏരിയ സെക്രട്ടറി ഷാജഹാൻ എന്നിവർ സെക്രട്ടേറിയറ്റിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുന്നുണ്ട്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഒരു യുവ പ്രാതിനിധ്യം കൂട്ടാനായി മുതിർന്ന അംഗങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ചേർന്ന് കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി രൂപീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗമാണ് ഇന്ന് ചേരേണ്ടത്. ജില്ലാ സെക്രട്ടറി രൂപീകരണമാണ് പ്രധാന അജണ്ട. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജില്ലാ സെക്രട്ടറിയിലേക്ക് ആരൊക്കെ വരുമെന്നുള്ള കാര്യം. ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കമുള്ള സെക്രട്ടേറിയറ്റിന്റെ ചുമതലയുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. PK ബിജുവും CS സുജാതയും പുത്തലത്ത് ദിനേശനും KK ജയേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്താണ് യോഗങ്ങൾ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയാണ് CPI സംബന്ധിച്ച് തിരുവനന്തപുരം. ഭരണ സ്ഥിരാകേന്ദ്രം എന്നതിലുപരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ CPI വലിയ വിജയമുണ്ടാക്കിയ, മുന്നണിക്ക് വലിയ വിജയമുണ്ടാക്കിയ ഒരു ജില്ല. അവിടെ ചില പ്രശ്നങ്ങൾ സംഘടനയിൽ ഉണ്ടായിരുന്നു എന്ന് CPI നേതൃത്വം സമ്മതിച്ചതാണ്. സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് നേതാക്കൾ ഓരോരുത്തരും ഓരോ തുരുത്തായി മാറുന്ന ജില്ലയാണിത്. അതാണ് ഇവിടുത്തെ സംഘടനയുടെ ശാപമെന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നു. അവിടെ ഒരു തിരുത്തലിലേക്കാണ് V ജോയിയെ സെക്രട്ടറിയാക്കിയതോടുകൂടി ഒരു തലമുറ മാറ്റത്തിലേക്കാണ് CPM പോകാൻ ശ്രമിക്കുന്നത്. അതിനനുസരിച്ച് സെക്രട്ടറി രൂപീകരണമാകും ഇവിടെയും ഉണ്ടാവുക. അപ്പോഴും മുതിർന്ന ചില നേതാക്കൾ ഇപ്പോഴും സെക്രട്ടറിയിൽ തുടരുന്നുണ്ട്. അവരിൽ 2 പേരെങ്കിലും ഒഴിവാക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. 4 ഒഴിവിനു പുറമെ 2 പേരെ കൂടി മാറ്റാനുള്ള സാധ്യതയുണ്ട്. C ജയൻ ബാബു നേതൃത്വത്തോട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയാനുള്ള സന്നദ്ധ അറിയിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒഴിവ് 5 ആകും. ഈ പുതിയ നിലവിൽ ഒഴിവ് വരുന്നതിലേക്ക് IB സതീഷ് 2 തവണ കാട്ടാക്കട 2 തവണ MLA ആയ ആളാണ്. IB സതീഷ് സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെയായിരുന്നു IB സതീഷ്. മറ്റൊന്ന് CK ഹരീന്ദ്രനാണ്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് CK ഹരീന്ദ്രൻ. CK ഹരീന്ദ്രനും സെക്രട്ടറിയിലേക്ക് വന്നേക്കാം. കോവളം മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിരുന്ന PS ഹരികുമാറിന്റെ പേര് ജില്ലാ സെക്രട്ടറിയിലേക്ക് സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. യുവ പ്രാതിനിധ്യം എന്ന നിലയിലാണ് ഹരികുമാറിനെ കൂടി പരിഗണിക്കുന്നത്. 3 തവണ കോവളം ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് PS ഹരികുമാർ. ഷിജു ഖാൻ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. ഷിജു ഖാനും സെക്രട്ടറിയിലേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവാണ്. യുവ നേതാക്കൾ വരണമെന്നതുകൊണ്ട് ഷിജു ഖാന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. വർക്കലയിൽ നിന്നുള്ള ഷാജഹാൻ
മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിരുന്നു ഷാജഹാൻ കമ്മിറ്റിയിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു പേരാണ്. SK പ്രീജ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും സജീവമായി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുകയാണ്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ചേരും. സംസ്ഥാന നേതൃത്വത്തിനും വലിയ അവരുടെ ഇടപെടൽ വളരെ നിർണായകമാണ്. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിലൊക്കെ സംസ്ഥാന നേതൃത്വത്തിന് അതിന്റെ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെടും. ഏതായാലും ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി ചേർന്ന ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കേണ്ട ഒരു പട്ടിക സെക്രട്ടറിയുടെ കാര്യവേണമെന്ന നിർദ്ദേശം തയ്യാറാക്കും. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജിയിലും കോടതി ഇന്ന് വാദം കേൾക്കും. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചാണ് വീണ്ടും ഹർജി പരിഗണിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ രാവിലെയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ട വാർത്തകളെയൊക്കെ ഇനി ഇന്നത്തെ ദിവസം പൂർണ്ണമാവുന്നത് വരും മണിക്കൂറുകളിലാണ്. ഇനി കൂടുതൽ വാർത്തകളുടെ വിശകലനങ്ങളും വിശദാംശങ്ങളും അറിയാനുള്ള സമയമാണ്. ന്യൂസ് 10 TG സജിത് ചേരും. രാവിലെയിൽ വീണ്ടും നാളെ കാണാം.